ഇത് പെപ്പെ BBQ, ഷോൺ പെപ്പെ. ഇത് സീസർ പെപ്പെ. ഗ്രീൻ പെപ്പർ വെച്ചിട്ട് ചിക്കൻ, ബാർബിക്യൂ ചിക്കൻ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് കാണിക്കാൻ വന്നത്. വളരെ എളുപ്പമാണ്. ചെയ്യുന്നുണ്ട് ഈ പൊടി വെച്ച് മാരിനേറ്റ് ചെയ്താൽ മതി. ഇപ്പം ഇവിടെ ചിക്കൻ നല്ലോണം കട്ട തൈരിട്ട് നല്ലോണം ഇതിപ്പോ 2 മണിക്കൂറായിട്ടുള്ളൂ. പക്ഷെ തലേദിവസം തന്നെ പറ്റി വെച്ച് കഴിഞ്ഞാൽ ഉഗ്രനാവും. ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിലൊന്ന് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ പൊടി ഇതിൻ്റെ അകത്ത് ഇടുക. കട്ട തൈര് മാത്രമേ ഇട്ടുള്ളൂ. കട്ട തൈരും ഇപ്പൊ ഈ പെട്ടനയിൽ 1 മണിക്കൂർ മുമ്പ് തന്നെ വെച്ചെങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വെക്കുക. നല്ല പച്ചക്കുരുമുളകിന്റെ ടേസ്റ്റ് കിട്ടും. ഇത്രയും ബെസ്റ്റ് സാധനം വേറെ ഒന്നുമില്ല. ഉപ്പ് പോലും വേണ്ട. ഉപ്പ് വേണ്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണ്ട, കാന്താരി വേണ്ട, ഒന്നും വേണ്ട. വെറുതെ ഈ പൊടിയും കട്ട തൈരും മാത്രം ചേർത്താൽ മതി. മാരിനേറ്റ് ചെയ്യുമ്പോഴേ ഒന്നും ശ്രദ്ധിക്കാനുള്ളതാണ്. അതായത് തലേ ദിവസം പറ്റുമെങ്കിൽ മാരിനേറ്റ് വെക്കുക. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുക. നല്ല പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടുന്നതാണ്. എന്നിട്ട് ഇത് നല്ലോണം ഈ നല്ല കനലിൽ അങ്ങോട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാലേ പച്ചക്കുരുമുളകിൻ്റെ ചൊവയുള്ള ഇറച്ചി നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി നമ്മുടെ അൽഫാം ഗ്രീൻ പെപ്പർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. 2 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഈ ബാർബിക്യൂ എന്ന് പറഞ്ഞാലേ വളരെ പതുക്കെ നല്ല എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ടീച്ചറെ ഗ്രീൻ പെപ്പർ റെഡി. ഓക്കെ, നല്ല പച്ചക്കുരുമുളക് അല്ലേ, പൊളി. അപ്പോൾ ഇപ്പോൾ ഏകദേശം എത്ര നേരം? ഒരു 5 മണിക്കൂറായിട്ടുണ്ടാവും. 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നല്ല കിട്ടില്ല, നല്ലോണം പിടിച്ച് തൈരൊക്കെ ഇട്ടുണ്ടേ നല്ല പളപളാന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് വെച്ചാലോ? അപ്പോൾ ഇത് കണ്ട ചുട്ടാലോ BBQൻ്റെ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വെറും 1290 രൂപയുള്ളൂ. ആ ഗ്രില്ലിലാണ് വെക്കണത്. നല്ല സോളിഡാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നോക്കാം. ഇത് ഒരു ഏകദേശം നമ്മൾ അധികം കനൽ വെച്ചിട്ടില്ല. ഒരു അരമണിക്കൂർ തുടങ്ങി 3/4 മണിക്കൂർ വരെ നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇത് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. നല്ല മഴയത്താണ് ഗ്രില്ല് ചെയ്തേക്കുന്നത്. അതെ. അപ്പോൾ നമ്മുടെ ചുട്ടാലോ ഗ്രില്ലിൽ വെച്ച് നമ്മ ഗ്രീൻ പെപ്പറാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരെണ്ണം എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന്. ഇനി ഒന്ന് മഴയത്താണ് നമുക്ക് അങ്ങനെ കുറച്ച് നീങ്ങിയിരിക്കാം. ഇതിൻ്റെ ടെക്സ്ചർ ഒക്കെ ഇപ്പോൾ പച്ച കളറ്, പിന്നെ അതുകൂടാതെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് ചെറിയ ചെറിയ കുരുമുളകിൻ്റെ ഡോട്ട്സ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. കണ്ട, ഇത് നല്ല ഈ റഫ്നെസ്സും ഇല്ല. ചില അൽഫാം കടയിൽ കിട്ടില്ല നല്ല റഫായിട്ട്, അതുപോലെ ഒന്നും അല്ല. നല്ല പളപളാന്ന് പറഞ്ഞിരിക്കണം അല്ലേ, നല്ല സോഫ്റ്റ് ആയി. ചൂടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയത്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇല്ലേ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നുമല്ല, പല ഫ്ലേവേഴ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇത് വെറും പൊടി. ഞങ്ങളുടെ കയ്യിലുള്ള ബാർബിക്യൂ മിക്സ്, ആ പൗഡർ, പിന്നെ തൈര് മാത്രമേ ഇട്ടുള്ളൂ. ഉപ്പ് പോലും ഇട്ടിട്ടില്ല. എങ്ങനെയുണ്ട്? പൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ആസ്വദിക്കുക.